ആദ്യത്തെ എന്താ? അവിടെ ഒഴിവാ, ഒഴിഞ്ഞു മാറുക. ആവശ്യമില്ലാതെ പ്രസംഗങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക. ഇനി വേണമെന്ന് വെച്ചാൽ കേറി അടിവെട്ട്. അഹം നിർവികൽപോ നിരാകാരരൂപോ വിഭുർവ്യാപ്യ സർവത്ര സർവേന്ദ്രിയാണാം ന ചാസംഗതോ നൈവ മുക്തിർന ബന്ധഃ ചിദാനന്ദരൂപഃ ശിവോഹം ശിവോത്വം ചിദാനന്ദരൂപഃ ശിവോഹം ശിവോത്വം ശിവോഹം ശിവോത്വം. ഓം. ഇതിനെ മാത്രം മനനം ചെയ്ത് നോക്ക്. എത്ര മനോഹരമായിട്ട് തത്വജ്ഞാനത്തെ ബ്രഹ്മജ്ഞാനത്തോടൊപ്പം സമന്വയിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇതല്ല 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 എന്നറിഞ്ഞിട്ട് എല്ലാം ഞാൻ തന്നെ എന്നറിയിക്കുന്നു. ഇതിനെല്ലാം ഉപേക്ഷിച്ചിട്ട് എല്ലാത്തിനെയും ആസ്വദിക്കുന്നു. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ പരബ്രഹ്മസ്വരൂപത്തെ, ആ ഈശ്വര സ്വരൂപത്തെ, അത് ഞാൻ തന്നെയാണെന്നറിഞ്ഞ് എല്ലാത്തിലും ആനന്ദിക്കുന്നു. ഇവിടെ ഒരു കോൺട്രഡിക്ഷനും ഇല്ല. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അവശേഷിക്കുന്നത് പൂർണ്ണം, തുടങ്ങിയതും പൂർണ്ണം, ആയിരിക്കുന്നതും. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുകയല്ലേ? ആണോ? അനുഭവത്തിലുണ്ട്. അപ്പൊ തോന്നുമല്ലോ. ഉണ്ട്. ഉണ്ടോ? ഇല്ല. സത്യത്തിൽ ഇല്ല, യാഥാർത്ഥ്യത്തിൽ ഉണ്ട്. അപ്പൊ യാഥാർത്ഥ്യബോധത്തോടെ ജീവിച്ചാൽ പോരെ. പക്ഷെ സത്യത്തിൽ ഊന്നിയായിരിക്കണം ജീവിതം. അല്ലെങ്കിൽ ദുഃഖം ദുഃഖം ദുഃഖം, അഗാധമായ ദുഃഖം, അനന്ത ദുഃഖത്തിൽപ്പെട്ട് ഇങ്ങനെ ഉഴന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ കൂടി ജീവിക്കുക, പരിശ്രമിക്കുക. അഭ്യാസ വൈരാഗ്യം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വിരക്തി ഉണ്ടാവണം. ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് അഭ്യാസം ഉറച്ചിരിക്കണം. എന്തിനാ ആവശ്യമുള്ള കാര്യം? സന്തോഷിച്ചുകൊണ്ടിരിക്കാൻ, പ്രസന്നമായിരിക്കാൻ, അല്ലെ അഭ്യസിച്ചുകൊണ്ടേയിരിക്കണം. എന്തിനാണ് വൈരാഗ്യം വരേണ്ടത്? ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങളില്ലേ, അതിലൊക്കെ വിരക്തി ഉണ്ടാവണം. പോരെ? എല്ലാവരും നന്നായി സംസാരിക്കുക, പ്രസന്നമായിരിക്കുക, എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി ആഗ്രഹിക്കുക. ആരൊക്കെ നമുക്കിട്ട് പാര വെച്ചാലും അവർക്ക് തിരിച്ച് പാര വെക്കാതിരിക്കുക. പാര വെക്കുമ്പോൾ ഒഴിഞ്ഞു പോകാൻ പിടിക്കുക, അല്ലേ? ആദ്യത്തെ എന്താ? അവിടെ ഒഴിവാ, ഒഴിഞ്ഞു മാറുക. ആവശ്യമില്ലാതെ പ്രസംഗങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക. ഇനി വേണമെന്ന് വെച്ചാൽ കേറി അടിവെട്ട്. അമർത്തി തൊഴുതെന്ന് വെച്ചാൽ ഒഴിവാ, കേറി അടി വെട്ട്. മനസ്സിലായില്ലേ? അതെന്താ? സമ്പൂർണ്ണ ജീവിതത്തിൽ അങ്ങനെയായിരിക്കണം. ഫിസിക്കൽ സ്ട്രെങ്ത്, മെന്റൽ സ്ട്രെങ്ത്, സ്പിരിച്വൽ അധ്യാത്മിക ശക്തി എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ആഭാമണ്ഡലം, നമ്മുടെ ഓറ, നമ്മുടെ ആ റെസണേറ്റിംഗ് കപ്പാസിറ്റി, അതൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കണം. എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാവും. ആര്? നമുക്ക് ചുറ്റുമുള്ള ഊർജങ്ങളെല്ലാം. കാരണം അവരിത് തന്നെ അന്വേഷിക്കുക. ഒരല്പം പ്രകാശം, ആ പ്രകാശം ഉണരട്ടെ ഹൃദയചക്രത്തിൽ നിന്നും, സർവത്ര നിറയട്ടെ. ആ പ്രകാശത്തിൽ അലിഞ്ഞിലഞ്ഞ് എല്ലാ ഇരുട്ടും ഇല്ലാണ്ടാവട്ടെ. പതിയെ പ്രകാശം അലിഞ്ഞ് സമ്പൂർണതയിലേക്ക് ലയിച്ചില്ലാണ്ടാവട്ടെ. ഹേ രാം. ഖേലതി ബ്രഹ്മാണ്ടേ ഭഗവൻ ഖേലതി ബ്രഹ്മാണ്ടേ. ഈശ്വരൻ ഈ ബ്രഹ്മാണ്ടമായിരുന്ന്, അതിൻ്റെ അകത്തൊരു കഷ്ണമായിരുന്ന്, അതിൻ്റെ അകത്ത് ഓരോ സ്ഫുരണമായിരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ? സോഹം സോഹം എന്ന് സർവത്ര പറഞ്ഞിരിക്കുക.
ശ്വാസം വലിക്കുന്നു, പുറത്തോട്ട് വിടുന്നില്ലേ? ശ്രദ്ധിച്ചറിയ എന്റെ സ്വരം എന്താ? സോ. അഹം. സോ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതെന്ന് വെച്ചാൽ ഈശ്വരൻ. അഹം എന്ന് വെച്ചാൽ ഞാൻ. ഓരോ ശ്വാസത്തിൽ എന്താ പറയുന്നത്? ഞാൻ ഈശ്വരനാവുന്നു, ഞാൻ ഈശ്വരനാവുന്നു, ഈശ്വരൻ ഞാനാവുന്നു, ഈശ്വരൻ ഞാനാവുന്നു. ഓം ഓം ഓം. ഓം എന്ന് വെച്ചാൽ എന്താ? ഓമേഹം, അത് ഞാനാവുന്നു, അത് ഞാനാവുന്നു എന്ന് സ്പന്ദത്തിലൂടെയും ശബ്ദത്തിലൂടെയും ലോകമായിട്ട് നിരന്തരം നമ്മളെ ഈശ്വരൻ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ ക്രിസ്തു പറഞ്ഞ് ചെവിയുള്ളവർ കേൾക്കട്ടെ, കണ്ണുള്ളവർ കാണട്ടെ. എല്ലാവർക്കും ചെവിയില്ലേ? പക്ഷെ കേൾവി എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും കണ്ണില്ലേ? പക്ഷെ വിഷൻ എല്ലാവർക്കും ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? ഹൃദയ ചക്രം ഉണരുന്നില്ല. നമ്മൾ ആ പ്രേമം ഉദയം ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെ ആനന്ദം ഉണ്ടാവും? പിന്നെ എങ്ങനെ ശാന്തി ഉണ്ടാവും? നമ്മൾ മോഹം കൊണ്ടെങ്ങോ പോവുക അല്ലേ? നമ്മളിൽ തന്നെ ദൂരെ ദൂരെ. മോഹം കൊണ്ടു ഞാൻ ദൂരയേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി ദൂരെ ചാരേ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ട് ഞാനെങ്ങോ പോയി. എനിക്ക് അവിടെ ഇവിടെയൊക്കെ കൊള്ളാം. കണ്ണി കത്തുന്ന എന്താ? രാഗം, ആഗ്രഹങ്ങൾ മാത്രം. കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷെ ഈശ്വരന് ഞാൻ ദൂരെ പോകുന്നു. അതിന്റെ അനുഭവം എന്താ? തൽക്കാല സുഖം കിട്ടി, പക്ഷെ ആത്യന്തികമായ ദുഃഖത്തിലേക്ക് നമ്മൾ വീഴുന്നു. ഒന്നും തെറ്റല്ല, ഒന്നും ശരിയല്ല. ഏതാണ് എന്റെ ശരി എന്ന് നമുക്ക് തിരിച്ചറിയണം, ഏതാണ് എനിക്ക് തെറ്റെന്ന് തിരിച്ചറിയണം. അല്ല ജനറലൈസ് ചെയ്തൊന്നും പറ്റില്ല. നീ സത്സംഗത്തിൽ ഇങ്ങനെയൊക്കെ പാട്ട് പാടാൻ പാടുണ്ടോ? ഞാൻ എൻ്റെ ഗുരുവിനെ നോക്കി പാടിക്കൊണ്ടിരുന്ന പാട്ടെന്താ? तेरी आँखों के सिवा दुनिया में रखा क्या है, तेरी आँखों के सिवा दुनिया में रखा क्या है, ये उठे सुबह चले, ये झुके शाम ढले, मेरा जीना मेरा मरना इन्हीं പലകോം തലേ. നിന്റെ കണ്ണുകളിൽ എനിക്കെല്ലാം. കണ്ണ് തുറക്കുമ്പോൾ എനിക്ക് നിറം വെളുത്തു, കണ്ണടയുമ്പോൾ എനിക്കും രാത്രിയായി. നിന്റെ കണ്ണിന്റെ കീഴിൽ, നിന്റെ ഈ കണ്ണിന്റെ അടവ് തുറവ് സൂര്യ ശശാങ്കനയനമാകുന്ന നിന്റെ ഈ കണ്ണിലല്ലേ എന്റെ ജീവിതം തന്നെ. നിന്റെ കണ്ണിൽ കറുപ്പും വെളുപ്പും ഉണ്ടല്ലോ, നിന്റെ കണ്ണിൽ തന്നെ പ്രകാശം ഇരുട്ടും ഉണ്ടല്ലോ. നീ അല്ലേ സർവം, സർവം നിറഞ്ഞിരിക്കുന്നു നീ. നീ ഇല്ലാതെ ഞാനെന്തിനാ? നീ എന്റെ പ്രകാശം, ഞാൻ നിന്റെ നിഴൽ അല്ലേ? അല്ലാതെന്താ? നീ അല്ലേ എന്നെ കൊണ്ട് കൊണ്ടുവന്നത്, ഞാൻ നിന്റെ കൂടെ വന്നു. ഞാൻ നീ പോകുമ്പോൾ നിന്റെ കൂടെ പോവും. പക്ഷെ നീ എവിടെ പോവാനാ? നീ എല്ലായ്പ്പോഴും ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനും എല്ലായ്പ്പോഴും ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ രണ്ടായിരിക്കാൻ സുഖമല്ലേ? നല്ല കളിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കളി നടക്കില്ലല്ലോ. അപ്പോൾ ആ രസം ഇല്ലേ? അപ്പൊ മോഹം മാറ്റിട്ട് നമുക്ക് അവിടെ പ്രേമം ചേർക്കാൻ. പ്രേമം കൊണ്ടു ഞാൻ ദൂരെ പോയതാ, ദൈവം വന്നു നിന്റെ അടുത്ത്, നിന്റെ കാൽ കീഴിട്ട് അല്ലേ? പ്രേമം. അപ്പൊ കണ്ണിൽ കത്തുന്ന എന്താ? രാഗമല്ല, കണ്ണിൽ കത്തും പ്രേമം, പ്രേമരാഗം എന്നൊക്കെ പാടാൻ വേണം ഇല്ലേ? പീലി നീർത്തി, മയില് പീലി ഇങ്ങനെ വിരിക്കുന്ന പോലെ എന്റെ ഹൃദയത്തിൽ നിന്ന് ആ പ്രേമം ഇങ്ങനെ ഉണർന്നു. സപ്തവർണ്ണങ്ങളായിട്ട് ആ പ്രേമം നിറഞ്ഞിരിക്കുന്നു. എന്തൊരു സുഖം! ആനന്ദം പരമാനന്ദം, പരമാനന്ദം പരമാനന്ദം. ഗുരുവുള്ള പ്രേമം മാത്രം പോരെ, വേറെ എന്ത് വേണം? സമ്പൂർണത. ഹേ പരമേശ്വര, നന്ദി. അല്ല എന്ത് പറയാനാ? You can only have the attitude of gratitude. That's more than sufficient. Be thankful to everything. എല്ലാത്തിനും നന്ദി ഉണ്ടാവട്ടെ.
നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടെന്ന് കൺഫ്യൂഷൻ ഒന്നുമില്ല. നന്ദി എല്ലാത്തിനോടും നീ ചൊല്ലുക. നിനക്ക് ഉപദ്രവം ചെയ്തവരും നിന്നെ ഉപകാരം ചെയ്തവരും ഗുരുബാബാജി പറയുന്ന പോലെ തലയിണയ്ക്കോട് നന്ദി, കാരണം ഇതെന്റെ തലയെ താങ്ങുന്നു. ഈ ബെഡിനോട് നന്ദി, ബെഡ് എന്നെ താങ്ങുന്നു. ഇല്ലേ? സർവ്വതിനോട് നന്ദി. ഭൂമി എന്നെ, ചെടികളെ, മരങ്ങളെ, കിളികളെ, അല്ലേ? എല്ലാത്തിനും നന്ദി. നന്ദി മാത്രം അവശേഷിക്കുന്നു. ആ നന്ദി എന്താ? ശിവന്റെ വാഹനം. നന്ദി എന്നല്ലേ ഒരു പേര്. അപ്പൊ ശിവന്റെ വാഹനമാകണമെങ്കിൽ നന്ദി ഉണ്ടാവണം. ഇഫ് യു ഡോണ്ട് ഹാവ് ഗ്രാറ്റിറ്റ്യൂഡ് യു കാൺ ബി വിത്ത് ശിവ. So you have to be thankful to everything. Everything, not only to Shiva, because everything is nothing but Shiva. Shivam Sarvam.